അസ്സലാമു അലൈക്കും. ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന 4ാം ക്ലാസ്സിലെ പാഠഭാഗത്തുള്ള അതെങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉസ്താദ് എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹുവ എന്നുള്ളതിൻ്റെ മുകളിൽ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഹുമ എന്നുള്ളതിൻ്റെ മുകളിൽ 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഹും എന്നുള്ളതിൻ്റെ മുകളിൽ 2-ലധികം എന്നുള്ള നിലയ്ക്ക് 2+ ഇട്ടിട്ടുണ്ട്. അത് ഹിയ എന്നുള്ളതിൻ്റെ മുകളിൽ 1, ഹുമ എന്നുള്ളതിൻ്റെ മുകളിലും 2, ഹുന്ന എന്നുള്ളതിൻ്റെ മുകളിൽ 2+ അല്ലേ? ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോഴോ ഹുവ എന്നുള്ളതിൻ്റെ നേരെ പി എന്നിട്ടിട്ടുണ്ട്. പുരുഷൻ എന്നാണ് അർത്ഥം. ഹിയ എന്നുള്ളതിൻ്റെ നേരെ എസ് ഇട്ടിട്ടുണ്ട്. സ്ത്രീ എന്ന് സൂചിപ്പിക്കാനാണ്. ഇവിടെ ഇനി എങ്ങനെയാണ് അർത്ഥം വെക്കുക? ഹുവ അവൻ, അതായത് പുരുഷൻ. ഒരു പുരുഷനാവുമ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുക? ഹുവ ഉപയോഗിക്കുക. 2 പുരുഷന്മാരാവുമ്പോഴോ ആ പീനോട് ചേർത്ത് വെക്കുക, മുകളിൽ 2ഉം കണക്ട് ചെയ്യുക. എന്താ നമ്മൾ ഉപയോഗിക്കുക? ഹുമ എന്നാണ് ഉപയോഗിക്കുക. എന്നാൽ പുരുഷന്മാർ 2-ലധികം ഉണ്ടാവുമ്പോഴോ ഹും എന്നാണ് നമ്മൾ പറയുക. അതായത് മുൻഫസിലായ ലമീറിൻ്റെ ഭാഗമാണിത്. ഹും എന്നാണ് നമ്മൾ പറയുക. ഇനി 1 സ്ത്രീ ആവുമ്പോഴോ എസിൻ്റെ നേരെ നോക്കുക, മുകളിൽ 1 ഹിയ എന്നാണ് ഉപയോഗിക്കുക. എന്നാൽ അതേ സ്ഥാനത്ത് 2 സ്ത്രീകൾ ഉണ്ടാവുമ്പോൾ എന്താ ഉപയോഗിക്കുക? ഹുമ എന്നാണ് ഉപയോഗിക്കുക. 2 പുരുഷനാണെങ്കിലും ഹുമ, 2 സ്ത്രീയാണെങ്കിലും ഹുമ. ഇനി ഒരു പുരുഷനും ഒരു സ്ത്രീയും വന്നാലോ അപ്പോഴും ഹുമ. 2 ആളില്ലേ? ഇനി ഹുന്ന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ മക്കളെ? 2+ മുകളിൽ എഴുതിയിട്ടുണ്ട്. 2-ലധികം. എസിൻ്റെ നേരെയാണ് അല്ലേ സ്ത്രീകൾ. അപ്പോൾ 2-ലധികം സ്ത്രീകളുണ്ടെങ്കിൽ എന്തുപയോഗിക്കും? ഹുന്ന എന്ന് ഉപയോഗിക്കും. ഹുവ അവൻ ഒരു പുരുഷൻ, ഹുമ അവർ 2 പുരുഷന്മാർ, ഹും അവർ 2-ലധികം അതായത് കുറേ പുരുഷന്മാർ, ഹിയ അവൾ ഒരു സ്ത്രീ, ഹുമ അവർ 2 സ്ത്രീകൾ, ഹുന്ന അവർ കുറേ സ്ത്രീകൾ. മനസ്സിലായല്ലോ? ഇങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്.